എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഈ പറയുന്ന പോലെ നമ്മള് കുറച്ച് വീടുകൾ ആ വീട്ടിൽ നടക്കുന്ന ഈ ഇവന്റ് വരുമ്പോഴാണല്ലോ മൊത്തം പ്രശ്നം സംഭവിക്കുന്നത് എവിടെയും. സിനിമയിലും ഇടയ്ക്ക് ഉപദ്രവിക്കുന്നുണ്ട്. ക്യാരക്ടറായിട്ടല്ല, നിന്റെ അഭിനയവും ഇതും നമുക്ക് പ്രോസസ് കുറച്ച്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. പക്ഷെ പോസ്റ്റർ കാണുമ്പോ തന്നെ മനസ്സിലാവും മുഖത്ത് എന്തോ ഒരു കൊനിഷ്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് പെർമനന്റ്ലി ഉള്ള ഒരു ഭാവമാണ്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. ഇത് ബേസിൽ ചേട്ടൻ കൂടിയിട്ടോ? അല്ലല്ല, ഇത് ഒരു വട്ടം പറഞ്ഞതോ? വെള്ളം തെറിച്ചിട്ട് കോമഡി. ഞങ്ങളും പെട്ടെന്ന് വെള്ളം തെറിച്ചതായിട്ട് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചല്ലേ? അതെ, സ്റ്റൈലാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ ചെയ്തത്. ഈ നസ്രിയ ബേസിൽ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിലൊക്കെ? ഞാൻ അതിലൊക്കെ ഉള്ള നിങ്ങളുടെ ആ ഒരു ചിൽ വൈബും ഭയങ്കര കോമഡി ഒക്കെ ആയിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ? ഇതുപോലെ തന്നെയായിരുന്നു? കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. കളിക്കോ ബേസിൽ ചേട്ടൻ അല്ലേ? സംഭവം എനിക്ക് മനസ്സിലായി. നിനക്കെന്നെ മനസ്സിലായടേ? ഓക്കെ, എനിക്ക് തോന്നുന്നു അവര് പറഞ്ഞത്. ഇമ്മാനുവൽ, പക്ഷെ മാനുവൽ എന്നാണ് വിളിക്കുന്നത്. ഞാനല്ലാതെ വേറൊരാളെന്നെ ആദ്യമായിട്ടാ വിമൽ കുമാർ എന്ന് വിളിക്കുന്നേ. നന്ദിയുണ്ട് കേട്ടോ. വീട് ഓക്കെ. റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പരിപാടിക്കൊക്കെ ഞങ്ങളൊക്കെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നസ്രിയ ഇപ്പൊ ക്യൂട്ടി പൈ ഓഫ് മലയാളം സിനിമ എന്നുള്ള പേര് സ്റ്റിൽ ക്യാരി ചെയ്യുന്നുണ്ട്. എന്താ ആ ഒരു സീക്രട്ട്? എന്താ രക്ഷപ്പെട്ടു. വീഡിയോ എടുത്ത് ചിടക്കിടക്ക് നോക്കി ചിരിക്കുന്നൊക്കെ ഞാൻ പറയുന്നു. ആരോ കോളിംബിൽ അടിക്കുന്നുണ്ട്. ഞാൻ ചിരിച്ചതാ, എനിക്ക് ഡബിൾ വോയിസാ. ആദ്യമായിട്ടാണ് ബേസിൽ ചേട്ടന് എതിരെ നിൽക്കാൻ പറ്റുന്ന ഒരു ശക്തിയായ എതിരാളിനെ കാണുന്നത്. ഇത്രയും ആരുടെ മുമ്പിൽ ഞാൻ തലമുണ്ട്. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.